Hello friends, welcome to 90 Plus My Tuition app. Biology Chapter 4 അകറ്റി നിർത്താം രോഗങ്ങളെ കീപ്പിംഗ് ഡിസീസസ് എവേയിലെ എക്സാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈക്രോ ഓർഗാനിസംസും അവ പരത്തുന്ന രോഗങ്ങളെക്കുറിച്ചുമാണ് നോക്കാനുള്ളത്. Many microorganisms are useful to human beings, but some are pathogenic. അതായത് അവയ്ക്ക് ഡിസീസ് കോസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഹ്യൂമൻ ബീയിങ്സിനെ മാത്രമല്ല പ്ലാന്റ്സിനെയും ആനിമൽസിനെയും എഫക്റ്റ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസംസ് പ്രസൻ്റ് ആണ്. സോ ഈ ചാപ്റ്ററിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് നമുക്കൊരു സിംഗിൾ ക്വസ്റ്റ്യനിലൂടെ പഠിക്കാം. ദാറ്റ് ഈസ് ഒബ്സർവ് ദ ഗിവൺ ടേബിൾ ആൻഡ് ഫിൽ ഇൻ ദ എംപ്റ്റി സ്പേസസ്. തന്നിരിക്കുന്ന ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ഒരു സിംഗിൾ ടേബിൾ യൂസ് ചെയ്ത് ഈ ചാപ്റ്ററിലെ എല്ലാ ഡിസീസസും നമുക്ക് ഡീറ്റെയിൽ ആയും സിമ്പിളായും കവർ ചെയ്യാൻ സാധിക്കും. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ടേബിൾ. ആദ്യം ടേബിളിൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഡിസീസ്, പാത്തജൻ, മേജർ സിംറ്റംസ് അതായത് പ്രധാന രോഗലക്ഷണങ്ങൾ, മോഡ് ഓഫ് ട്രാൻസ്മിഷൻ അതായത് രോഗം പകരുന്ന വിധം, ഓർഗൻ ഓർ ബോഡി പാർട്ട് എഫക്റ്റഡ്, ട്രീറ്റ്മെൻറ്റ് അഥവാ ചികിത്സ, ആൻഡ് ഫൈനലി വാക്സിൻ അല്ലെങ്കിൽ രോഗപ്രതിരോധ ശേഷിക്കായുള്ള മരുന്നുകൾ. ഇനി നമുക്ക് ഓരോ ഡിസീസസും ഡീറ്റെയിൽ ആയി നോക്കാം. ദ ഫസ്റ്റ് വൺ ഈസ് റാറ്റ് ഫീവർ. റാറ്റ് ഫീവർ ഇസ് ഓൾസോ നോൺ ആസ് ലെപ്റ്റോസ്പൈറോസിസ്. എലിപ്പനി അഥവാ റാറ്റ് ഫീവർ കോസ് ചെയ്യുന്ന ബാക്ടീരിയയാണ് ലെപ്റ്റോസ്പൈറ. The major symptoms includes fever, headache, muscle pain and redness in the eyes due to internal bleeding. Disease transmission woundsലൂടെയും stagnant waterലൂടെയുമാണ്. The affected organs are kidney and liver. Antibiotics ആണ് treatment method and there is no vaccine for the same. The second disease is diphtheria. The pathogen causing the disease is Corynebacterium diphtheriae. The major symptoms of the disease includes fever, throat pain and inflammation of the lymph glands of the throat. ഈ ഡിസീസിൻ്റെ പ്രത്യേകത ത്രോട്ടിലെ മ്യൂക്കസ് മെംബ്രെയിൻ ഒരു ആഷ് കളേർഡ് തിക്ക് കോട്ടിംഗ് ആയി മാറുന്നു എന്നതാണ്. The mode of disease transmission is through coughing, sneezing or directly from the infected person. The body part affected by the disease are the mucous membrane of the nose and the throat. Antibioticsum antitoxinsumana treatment methods, but the best method is vaccination. The last bacterial disease to be discussed is tuberculosis. Tuberculosis അഥവാ ക്ഷയം ഒരു സീരിയസ് ആയ ഇൻഫെക്ഷ്യസ് ബാക്ടീരിയൽ ഡിസീസ് ആണ്. ഇത് കോസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് എന്ന പാത്തജനാണ്. ദ മേജർ സിംറ്റംസ് ഇൻക്ലൂഡ്സ് ലോസ് ഓഫ് ബോഡി വെയ്റ്റ്, ഫറ്റീഗ് ആൻഡ് ഓൾസോ പെർസിസ്റ്റൻറ്റ് കഫ്. ട്യൂബർകുലോസിസ് മെയിൻലി അഫക്ട്സ് ദ ലങ്സ് ആൻഡ് ദ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ ഓഫ് ദ ഡിസീസ് ഇസ് ത്രൂ എയർ. ആൻറ്റിബയോട്ടിക്സ് ആണ് ട്രീറ്റ്മെൻറ്റ് മെത്തേഡിന് യൂസ് ചെയ്യുന്നത്. ഓൾസോ ദ വാക്സിൻ യൂസ്ഡ് ഇസ് BCG വാക്സിൻ. അടുത്തതായി വൈറസ് പരത്തുന്ന രോഗങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. The first one is Nipah. The pathogen is Nipah virus. Fever, respiratory difficulty, brain and heart inflammation are the major symptoms. Fruit eating bats-ലൂടെ ഡയറക്റ്റ് ആയോ പിഗ്സിലൂടെ ഇൻഡയറക്റ്റ് ആയോ ആണ് ഡിസീസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. Lungs, brain and heart are the affected organs. Treatment is to provide supportive care to the patients. ആൻറ്റിവൈറൽ ഡ്രഗ്സ് ആണ് ഇതിന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദർ ഇസ് നോ വാക്സിൻ ഫോർ നിപ്പ. ദ നെക്സ്റ്റ് വൺ ഇസ് എയ്ഡ്സ്, ദാറ്റ് ഈസ് അക്വയർഡ് ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി സിൻഡ്രോം. HIV വൈറസ് ആണ് പാത്തജൻ, ദാറ്റ് ഈസ് ഹ്യൂമൻ ഇമ്മ്യൂണോ ഡെഫിഷ്യൻസി വൈറസ്. ഫീവർ, സോർ ത്രോട്ട്, ഫെറ്റീഗ് ആൻഡ് വെയ്റ്റ് ലോസ് ആർ ദ മേജർ സിംറ്റംസ്. എയ്ഡ്സ് സ്പ്രെഡ് ചെയ്യുന്നത് പല വിധത്തിലാണ്. ത്രൂ ബോഡി ഫ്ലൂയിഡ്സ്, through unprotected sexual contact, by sharing needles and syringes
contaminated with HIV components, and finally from HIV mother to the fetus. ഒരു സ്പെസിഫിക് ഓർഗനെ അല്ല, മറിച്ച് ബോഡിയുടെ ടോട്ടൽ ഇമ്മ്യൂണിറ്റിയെയാണ് എയ്ഡ്സ് എഫക്റ്റ് ചെയ്യുന്നത്. There is no cure or complete treatment for AIDS. Also, there is no vaccine for AIDS. The third and the final viral disease to be discussed is hepatitis. Hepatitis virus ആണ് pathogen. Liver inflammation and dark yellow color to the mucous membrane, eyes or nails due to high bilirubin are the major symptoms. The disease transmission is through contaminated water and food. The affected organ is liver and the treatment is by the use of antiviral drugs. The vaccine used for hepatitis is known as hepatitis vaccine. Now, we will discuss about two fungal diseases. The first one is ringworm disease. The pathogen is known as ringworm. The major symptom is the appearance of round and red blisters on the skin. The disease transmission is by direct contact. The affected organ is the skin and the treatment method includes antifungal medication. There is no vaccine for the disease. The next one is athlete's foot. This is also a fungal disease. The appearance of reddish scaly rashes on the skin that causes itching is a major symptom. The disease transmission is through contaminated soil or water. Ringworm disease ne pole thanne, the treatment method includes antifungal medication. Also, there is no vaccine for the disease. അടുത്തതായി മലേറിയ എന്ന പ്രോട്ടോസോവൻ ഡിസീസിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. പ്ലാസ്മോഡിയം സ്പീഷീസ് എന്ന പാരസൈറ്റ് ആണ് മലേറിയൽ പാത്തജൻ. ഹൈ ഫീവർ, ഹെഡേക്ക്, vomiting and diarrhea are the most common symptoms. The disease transmission is through Anopheles mosquito. To study the disease transmission, let us see the life cycle of the parasite. Mosquito bite in the time, the parasite in the mosquito saliva reaches the host blood. Later, this parasite travels to the liver and they mature and reproduce in the liver. The affected organ of malaria is the liver and the treatment method includes anti-malarial drugs and also there is no vaccine for the disease. അടുത്തതായി നമുക്ക് ഫൈലേരിയാസിസ് എന്ന worm causing disease ഒന്ന് ഡിസ്കസ് ചെയ്യാം. Filariasis is caused by the pathogen known as filarial worm. Filarial worm is spread by Culex mosquitoes. So, Culex mosquitoes acts as a vector of the disease. The major symptom of the disease includes the swelling of the lymph ducts in the legs due to the obstruction in the lymph flow. കാലിലെ lymph ductsലെ lymph fluidന്റെ flow തടസ്സപ്പെടുമ്പോൾ lymph ducts swell ചെയ്യുന്നു. ഈ ഡിസീസിന് ട്രീറ്റ്മെൻറ്റ് അഥവാ വാക്സിൻ എന്നതിനേക്കാൾ പ്രിവെൻഷൻ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. നമ്മുടെ ചുറ്റുപാടുകൾ വൃത്തിയായി സൂക്ഷിച്ചാൽ ഇത്തരം രോഗങ്ങളെ തടയാൻ സാധിക്കും. നൗ ലെറ്റ്സ് മൂവ് ഓൺ ടു ജനറ്റിക് ഡിസീസസ് ആൻഡ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ്. ആദ്യം ജനറ്റിക് ഡിസീസസ് എന്താണെന്ന് നോക്കാം. ജനറ്റിക് ഡിസീസസ് അഥവാ ജനിതക രോഗങ്ങൾ ജീൻസിൻ്റെ ഡിഫക്ട്സ് മൂലം ഉണ്ടാകുന്നതാണ്. The first one is ഹീമോഫീലിയ. ഹീമോഫീലിയയുടെ മേജർ സിംറ്റം എന്നാൽ ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കാതിരിക്കുക എന്നതാണ്. ഇതിനാൽ ചെറിയ മുറിവുകളിലൂടെയും എക്സസ് ബ്ലഡ് ലോസ് ഉണ്ടാകുന്നു. ബ്ലഡ് പ്ലാസ്മയിലെ ചില പ്രോട്ടീൻസിൻ്റെ സഹായത്തോടെയാണ് ബ്ലഡ് ക്ലോട്ടിംഗ് സംഭവിക്കുന്നത്. പക്ഷേ ജീൻസിൻ്റെ ഡിഫക്ട്സ് മൂലം ഈ പ്രോട്ടീൻസിൻ്റെ പ്രോപ്പർ സിന്തസിസ് സംഭവിക്കുന്നില്ല. ആസ് എ റിസൾട്ട് there is no blood clotting. ഈ ഒരു ഡിസീസിൻ്റെ മേജർ ട്രീറ്റ്മെൻ്റ് ആണ് ഇൻജെക്റ്റിംഗ് ദ ഡെഫിഷ്യൻറ്റ് ഓർ ഡിഫക്റ്റീവ് പ്രോട്ടീൻ ടു ദ പേഷ്യൻറ്റ്. ദ നെക്സ്റ്റ് വൺ ഇസ് സിക്കിൾ സെൽ അനീമിയ. സിക്കിൾ സെൽ അനീമിയ അഥവാ അരിവാൾ രോഗവും ജീൻസിലെ ഡിഫക്റ്റ് മൂലം ഉണ്ടാകുന്നതാണ്. ദ മേജർ സിംറ്റം ഓഫ് ദ ഡിസീസ് ഇസ് അനീമിയ.
ജീൻസിലെ ഡിഫക്റ്റ് മൂലം ഹീമോഗ്ലോബിൻ്റെ അമിനോ ആസിഡ് സീക്വൻസിങ്ങിൽ ഡീഫോമിറ്റീസ് ഉണ്ടാകുന്നു. ഇതുമൂലം RBCസിൻ്റെ ഓക്സിജൻ ക്യാരിയിങ് കപ്പാസിറ്റി കുറയുകയും അവ സിക്കിൾ ഷേപ്ഡ് സെൽസായി മാറുകയും ചെയ്യുന്നു. The treatment methods includes blood transfusions, medication, and rarely bone marrow transplantation. The next disease is cancer. Cancer is caused by the uncontrolled division of cells and their spread to other tissues. Cell division defective ആകുമ്പോൾ normal cells cancerous cells ആയി മാറുന്നു. This can be due to environmental factors, smoking, radiation, hereditary factors, etc. The treatment methods includes surgery, chemotherapy, and radiation therapy. Early diagnosis is the most important factor in the treatment of cancer. Next, let us discuss about lifestyle diseases. Unhealthy ആയുള്ള ലിവിംഗ് സ്റ്റൈലാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസസിൻ്റെ പ്രധാന കാരണം. They include changes in the food habits, lack of physical exercise, mental stress, bad habits like consumption of alcohol, drug abuse, smoking, etc. അടുത്തതായി സ്മോക്കിംഗ് അഥവാ പുകവലി ബ്രെയിനിനെയും ലങ്സിനെയും ഹാർട്ടിനെയും എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. The first one is brain. ബ്രെയിനിൽ ഉണ്ടാകാവുന്ന ഹെൽത്ത് പ്രോബ്ലംസ് ആണ് സ്ട്രോക്ക് ആൻഡ് അഡിക്ഷൻ ടു നിക്കോട്ടിൻ. The next one is lungs. ലങ്സിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് ആണ് lung cancer, bronchitis and emphysema. The next one is heart. ഹാർട്ടിൽ ഉണ്ടാകാവുന്ന പ്രോബ്ലംസ് ആണ് loss of elasticity of the arteries, decreased functional efficiency of the heart and finally hypertension. So, ഈ ചാപ്റ്ററിലെ മെയിൻ ഡിസീസസ് എല്ലാം തന്നെ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായും യൂസ്ഫുൾ ആകും. സോ, ഗുഡ് ലക്ക് ഫോർ യുവർ എക്സാംസ്.